Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മളുടെ സ്വന്തം കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള നമ്മളുടെ കണ്ണൂരപ്പയില്ലേ, അതുതന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഇതിനു മുമ്പും ഞാൻ കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് വേറൊരു മെത്തേഡാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ. ആ 2 കപ്പ് പച്ചരിയും ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണത്. ഇതിലേക്ക് 2 കപ്പ് പച്ചരിക്ക് 1.5 കപ്പ് ചോറ്, 1.5 കപ്പ് ഷുഗർ, 1/2 കപ്പ് മൈദയിൽ ഓൾ പർപ്പസ് ഫ്ലോർ അതും, പിന്നെ ഒരു 5-8 ഏലക്കയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇതിനെ അരച്ചെടുക്കുന്നുള്ളത്. അതിന് ആദ്യം അരി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേത്തേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5-6 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് പകുതി മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിന് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി സെക്കൻഡ് പോർഷനിൽ അരക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മാറ്റി വെച്ചിരിക്കുന്നുള്ളത്. അപ്പോൾ ഷുഗർ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊതുവെ മധുരത്തോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഈ ഈസ്റ്റിന് പകരം നമ്മൾക്ക് ബേക്കിംഗ് സോഡ വെച്ചിട്ടും ഉണ്ടാക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ഞാൻ ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരിഞ്ഞു വരാനുള്ള പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഷുഗർ ഉള്ളതുകൊണ്ട് നല്ലപോലെ ലൂസായിട്ട് അരിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നല്ലോണം ലൂസായിട്ട് നമ്മൾക്ക് ദോശൻ്റെ നോർമൽ ദോശ ഉണ്ടാകുന്നില്ലേ, നാട്ടിലെല്ലാം ഉണ്ടാക്കുന്നത്, ആ ദോശൻ്റെ പാകത്തിലൊന്നല്ല, വെള്ളം പോലെ അല്ല അരക്കണ്ടേ. നമ്മൾ ഇഡ്ലിക്ക് ആ ടൈപ്പിൽ വേറൊരു ടൈപ്പിൽ അരക്കുന്നില്ലേ, അങ്ങനെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇതാ ഞാൻ 2 പോർഷനും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 മണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനായിട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് മൊത്തം മിക്സാക്കി കൊടുക്കണം. നമ്മൾ ഇത് 2 പാർട്ടാക്കിയിട്ട് അരച്ചെടുത്തല്ലേ, അപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ കൈ കൊണ്ടല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ പൊളിച്ച് പൊങ്ങിയിട്ടൊക്കെ വരും. ഒരു പുളിപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളത്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന രീതിയും ഞാൻ ഇതിനു മുമ്പ് വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ 4 മണിക്കൂറിന് ശേഷം ഈ മാവ് നല്ല കുറച്ചും കൂടി ഒന്നും കൂടി കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ആദ്യം കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി കട്ടിയായി കിട്ടും. ഇതാണ് പെർഫെക്റ്റ് പാകം. അപ്പോൾ നമുക്ക് ഇതിനെ ഇനിയും ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഇട്ടിട്ടാണ് ഞാനിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുള്ളത്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഉണ്ണിയപ്പത്തിൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്കിത് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് കേട്ടോ, ഒന്ന് ടെസ്റ്റ് ആക്കിയിട്ട്. അപ്പോൾ ചൂടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടാകുമ്പോഴാണ് ഞാനിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഒന്നിച്ചിട്ട് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ഒരു ചെറിയ മഗ്ഗാൻ പറ്റുണ്ടെങ്കിൽ ഇല്ലേ, അതിലൊന്ന് ആകെ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. ഇത് വെച്ചിട്ട് ഒരു 4 സെക്കൻഡ് ഒന്നും വെക്കണ്ട. അപ്പം തന്നെ ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുന്നതിലാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ് കിടക്കുന്നുള്ളത് കേട്ടോ. എന്നിട്ട് അതേ സൈഡിൽ വെച്ചിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചിട്ട് അടി ഭാഗം നല്ല ബ്രൗൺ കളറും മേലെ ഭാഗം നല്ല വെളുത്തിട്ട് തന്നെയല്ലേ ഉണ്ടാകുന്നത് കണ്ണൂരപ്പം. അപ്പോൾ അങ്ങനെ ആയിട്ടാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോഴത്തേനും നമുക്ക് പെർഫെക്റ്റ് കണ്ണൂരപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഈ കണ്ണൂരപ്പം ഉണ്ടാക്കാനുള്ള
മെത്തേഡ് ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച പടം ഒന്നും കൂടി ഞാൻ തിരിച്ചിടുന്ന കാണിച്ചു തന്നതാണ്. അങ്ങനെ ഒഴിച്ച പടം തന്നെ അതിൻ്റെ മേലത്തെ മാവൊക്കെ വേവുന്നതിന് മുമ്പ് തന്നെ അടിഭാഗമൊക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നമ്മൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് അടിഭാഗം നല്ല ബ്രൗൺ കളറും മേലെ ഭാഗം നല്ല വൈറ്റ് കളറായിട്ട് കിട്ടുക. ഞാനത് എണ്ണയ്ക്ക് ഊറിപ്പോകാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അതിൻ്റെ എണ്ണയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ പെർഫെക്റ്റ് കണ്ണൂരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുട്ടപ്പാന്നാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇതിലേക്ക് കണ്ടതല്ലേ മുട്ടൊന്നും ചേർക്കുന്നില്ല. മുട്ട ചേർക്കാത്ത മുട്ടപ്പം, അതാണ് ഇതിൻ്റെ ബെസ്റ്റ് പേര്. നമ്മുടെ നാട്ടിലെ ബെസ്റ്റ് ബേക്കറികളിലൊക്കെ ഇത് വാങ്ങിക്കാനും പാക്കറ്റായിട്ട് കിട്ടാറുണ്ട്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.